നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടികിട്ടിയ CPM പഠിക്കൂ. ജയിലിലെത്തും മുൻപ് ഖജനാവിൽ കിടക്കുന്ന കോടികൾ കൂടി കീശയിലാക്കി കോടിക്കണക്കിന് രൂപ ഹൈക്കോടതിയിൽ കൊണ്ടിറക്കി മകളെ രക്ഷിക്കാൻ കഴിയുമോ എന്നാണ് പരീക്ഷണം. ഖജനാവിൽ കിടക്കുന്ന കോടികൾ തന്തയുടെ വകയല്ലേ? പിണറായി വിജയന്റെ കുടിലതകൾ തുറന്നു കാട്ടപ്പെടുകയാണ്. വിദ്യാർത്ഥികളെ വെച്ചുള്ള ഈ കളിയുണ്ടല്ലോ, അത് നാശത്തിനാണെന്നും മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ്. JV വിളനിലത്തെ ഓർമ്മയുണ്ടോ? SFIക്കാർ ഈ പേര് മറക്കില്ലെന്ന് ഓർമ്മിപ്പിച്ച് ശക്തിധരൻ. വൈസ് ചാൻസലർ JV വിളനിലത്തിനെതിരെ 1991 K കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിവെച്ച വിദ്യാർത്ഥി സമരം കേരളം വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന വ്യാജ സമരം പോലെ ആയിരുന്നില്ല അത്. കേരളം കണ്ട പൊരിഞ്ഞ തെരുവ് യുദ്ധം, എത്രയെത്ര വിദ്യാർത്ഥികളുടെ ചുടുചോര തെരുവിൽ ഒഴുകിയ സമരമായിരുന്നു അത്. കേരളത്തിൽ കൊടിയ വിദ്യാർത്ഥി മർദ്ദനം നടന്ന മറ്റൊരു കാലം ആരുടെയും ഓർമ്മയിൽ ഉണ്ടാകില്ല. 2 വർഷത്തിലേറെ വൈസ് ചാൻസലറെ സർവകലാശാല കോമ്പൗണ്ടിൽ കടക്കാൻ പോലും അനുവദിക്കാത്ത രൂക്ഷമായ സമരം. ലാത്തിച്ചാർജും രക്തച്ചൊരിച്ചിലും നടക്കുമ്പോൾ വീട്ടിലിരുന്ന് വിളനിലം സർവകലാശാലയുടെ ഭരണം നടത്തി. ജോൺ വർഗീസ് വിളനിലം എന്ന JV വിളനിലത്തിന്റെ പേര് കേൾക്കുമ്പോൾ SFI വിദ്യാർത്ഥികൾ പാർട്ടിയുടെ ആജ്ഞാപ്രകാരം തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിക്കുമായിരുന്നു. എത്രയെത്ര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അതിൽ ഹോമിക്കപ്പെട്ടത്. പാർട്ടിയുടെ ഒരു നേതാവിന്റെയും കുടുംബത്തിലെ ഒരാൾക്കും നഷ്ടമുണ്ടായിട്ടില്ല. വൈസ് ചാൻസലർ വിളനിലത്തിന് ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഓണററി ഡോക്ടറേറ്റ് വ്യാജമെന്നാരോപിച്ചായിരുന്നു SFIയുടെ സമരത്തിന്റെ തുടക്കം. അതിനു മുൻപേ വിളനിലവും CPMുമായി തെറ്റിയിരുന്നു. AKG സെന്ററിന് സർവകലാശാല വിട്ടു നൽകിയതിലും കൂടുതൽ ഭൂമി CPM കൈയേറിയെന്ന പരാതി ഉയർന്നിരുന്നു. ഭൂമി അളക്കാൻ വിളനിലം ഉത്തരവിട്ടതായിരുന്നു ഭിന്നതയ്ക്ക് കാരണം. സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേർന്നതും അസാധാരണമാം വിധം വീട്ടിൽ. ഒടുവിൽ വിളനിലത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷൻ വിളനിലത്തിന് ക്ലീൻ ചിറ്റ് നൽകി. പള്ളി എതിർപ്പ് ശക്തിപ്പെടുത്തിയപ്പോൾ ചെവിക്ക് ചെവി അറിയാതെ സമരം അവസാനിപ്പിച്ചു SFI തടിതപ്പി. പിന്നീട് AKG ഹാളിൽ EMS പങ്കെടുത്ത പരിപാടിയിൽ വിളനിലത്തെ ആദരിച്ചത് കണ്ട് കേരളം മൂക്കത്ത് വിരൽ വെച്ചു. EMSനെ ആ വിഡിവേഷവും കെട്ടിച്ചു. അവസാനം ക്രിസ്തീയ സഭ കൊടുങ്കാറ്റുപോലെ രംഗത്തിറങ്ങിയപ്പോൾ SFI സമരത്തിൽ നിന്ന് തടിയൂരി. അവസാനം EMSനെ കൊണ്ട് വിളനിലത്തെ AKG സെന്ററിൽ വിളിപ്പിച്ച് ആദരിച്ച് വിളനിലത്തോട് കാട്ടിയ അനാദരവിനെ പശ്ചാത്തപിച്ചു. ഇപ്പോൾ വീരസ്യം പറയുന്ന SFIക്ക് അങ്ങനെയും ഒരു ചരിത്രം ഉണ്ടായിരുന്നത് മറക്കണ്ട. പിണറായി വിജയനെ പോലെ എന്തു കൊടും ക്രൂരതയ്ക്കും മടിക്കാത്ത മുഖ്യമന്ത്രി തലപ്പത്തുള്ളതുകൊണ്ടല്ലേ കേരളത്തെ എന്തിനും കിട്ടുന്നത്. എന്തും ചെയ്യുമ്പോൾ ഒരു വിഷച്ചിരിയുണ്ടല്ലോ, അതാണ് ദുസ്സഹം. സംരക്ഷിക്കാൻ പോലീസ് സേനയുടെ പ്രധാനികൾ ഒപ്പമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണല്ലോ ഇപ്പോൾ ഗവർണർക്കെതിരെ സമരത്തിനിറക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഗവർണറെ ഭ്രാന്തൻ എന്ന് പരസ്യമായി ആക്ഷേപിക്കുന്നു.